നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആന്ധ്ര മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു പ്രതിപക്ഷ നിരയിലായിരുന്നപ്പോൾ തന്നെ എല്ലാ രീതിയിലും അവസാനിപ്പിക്കാൻ ജയിൽ അഴിക്കുള്ളിലേക്കാക്കി തൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ പിച്ച് ചീന്താൻ ഒരു വൃത്തികെട്ട കളി ജഗൻമോഹൻ കളിച്ചു നോക്കി. കേന്ദ്രത്തിൻ്റെ പരിപൂർണ പിന്തുണ ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉൾപ്പെടെ പിന്തുണയോടുകൂടിയാണ് ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അന്ന് പവൻ കല്യാണാണ് ഇതിനെ കൃത്യമായി മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോയത്. പവൻ കല്യാൺ ഒരു വലിയ ജാഥ നടത്തിയത് ആന്ധ്ര ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ശക്തമായ മുന്നേറ്റമായിരുന്നു. എന്തുകൊണ്ടാണ് പവൻ കല്യാണിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത്? 4/3 ഭൂരിപക്ഷം TDPക്ക് ഒറ്റയ്ക്കുണ്ടായിട്ടും എന്തുകൊണ്ട് ജനസേനയ്ക്ക് അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തു? അതിലെല്ലാം ഉണ്ട്. ഇവിടെയാണ് ജഗൻമോഹന് എല്ലാ രീതിയിലും BJP പുതിയ അവസരം കൊടുക്കുന്ന സാഹചര്യത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ജഗൻമോഹന്റെ പരിപൂർണ പിന്തുണ BJP നേടിയെടുത്തിട്ടും NDAയിലെ സഖ്യകക്ഷിയായ TDP ഇപ്പോഴും നിലപാട് ഉറപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് BJP നേതൃത്വം പറയുന്നത്. നായിഡുവിനോട് കൃത്യമായി പരിഭവമുണ്ട്. എന്നാൽ നായിഡുവിനറിയാം തന്നെ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാൻ നരേന്ദ്രമോദി പല നാൾ ശ്രമിച്ചിട്ടുണ്ട്. 2014 അധികാരത്തിലെത്തിയപ്പോൾ അന്ന് സിവിൽ വ്യോമയാന മന്ത്രിയായിരുന്നത് TDPയുടെ നേതാവായ അശോക് ഗജപതി രാജു പശുപതിയാണ്. എന്നാൽ വളരെ വൈകാതെ തന്നെ ആ മന്ത്രിസഭയിൽ നിന്നും അദ്ദേഹം രാജിവെക്കുകയും TDP BJPക്ക് കൊടുത്ത പിന്തുണ പിൻവലിക്കുകയും ചെയ്തു. BJPക്ക് എന്നാൽ കേവല ഭൂരിപക്ഷമുണ്ടായിരുന്നു. 2019 303 സീറ്റുമായി BJP എത്തിയപ്പോൾ ഇവരുടെ ആരുടെയും പിന്തുണ വേണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. പല MPമാരും പിടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ BJP MPമാരുടെ എണ്ണം തന്നെ കുറയുമോ എന്ന് സംശയിക്കുന്നിടത്താണ് ആന്ധ്ര മുഖ്യമന്ത്രിയായ നായിഡുവിൻ്റെ വിലയേറിയ 16 MPമാർ എന്ത് തീരുമാനമെടുത്താലും അത് മന്ത്രിസഭയെയും മുന്നണിയെയും അതുപോലെ വരുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഏത് കാര്യങ്ങൾ ബിൽ അവതരിപ്പിച്ച് അത് നിയമമാക്കാൻ ബിൽ പാസാക്കിയെടുക്കാനുള്ള നിർണായക കാര്യങ്ങളിലുമെല്ലാം വിപ്പ് ലംഘിച്ചാൽ TDPയെ പരസ്യമായി കുറ്റപ്പെടുത്താൻ BJPയിൽ ആരെങ്കിലും തയ്യാറായാൽ കിട്ടാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് വളരെ വ്യക്തമായി അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും അറിയാം. അതുകൊണ്ടാണ് ഇതൊരു ഡെലിക്കേറ്റ് ഇഷ്യൂ ആയി ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. വളച്ചാൽ ഒടിഞ്ഞു പോകും. അത് വളരെ നന്നായി മോദിക്ക് അറിയാകുന്നത് കൊണ്ടാണ് നായിഡുവുമായുള്ള സംഭാഷണം പോലും അറുത്തുമുറിച്ച് സംസാരിക്കാതെ വളരെ ഡെലിക്കേറ്റായി അത് സംസാരിച്ച് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. നായിഡുവിന് ഉപദേശവുമായി രേവന്ത് റെഡ്ഡിയെ കോൺഗ്രസ് പറഞ്ഞുവിടുന്നത് നമുക്കറിയാം. DK ശിവകുമാർ കോൺഗ്രസിൻ്റെ ട്രബിൾ ഷൂട്ടർ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു മിനി ട്രബിൾ ഷൂട്ടറാണ് രേവന്ത് റെഡ്ഡി. തെലങ്കാന ഭരണത്തിലേക്ക് കൊണ്ടുവന്നു എന്നതുകൊണ്ട് മാത്രമല്ല, ഇത്തരം വിഷയങ്ങളിൽ ആന്ധ്ര മുഖ്യമന്ത്രിയുമായുള്ള ഏറെ നാളത്തെ അടുപ്പം ഉൾപ്പെടെ എല്ലാ തരത്തിലും പ്രയോജനപ്പെടുത്താനും ആന്ധ്ര കണ്ടുപിടിക്കുകയാണ് തെലങ്കാനയിലെ മാസ്റ്റർ പ്ലാനുകൾ, പ്രത്യേകിച്ച് ജാതി സെൻസസ് നടപ്പിലാക്കിയ രീതി എന്ന് ചന്ദ്രബാബു നായിഡു രേവന്തിന് കൊടുത്ത കോംപ്ലിമെൻ്റ് ഉൾപ്പെടെ രേവന്ത് രാഷ്ട്രീയപരമായ വിജയത്തിനു വേണ്ടി കോൺഗ്രസ് പറയുന്ന പോലെ ഉപയോഗിക്കുകയാണ്. BJPക്ക് അത് ഒരു മുട്ടം പണിയായി വരും. BJPയെ സംബന്ധിച്ചിടത്തോളം രേവന്ത് എന്ന വ്യക്തി ഒരു സൈലന്റ് കില്ലറായി BJPയെ അടപടലം ദക്ഷിണേന്ത്യയിൽ മൂടിക്കെട്ടാനുള്ള തീവ്ര ശ്രമത്തിൽ നടക്കുകയാണ്.